മലയാളക്കരയുടെ ഇടിമച്ചാൻ കടലിലേക്ക് ഇറങ്ങാണ്. ആന്റണി വർഗീസ് പെപ്പെ ഇൻ കൊണ്ടൽ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഓണം റിലീസാണ്. അത് തിയേറ്ററിൽ പോയി കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്ന ഇരിപ്പാണ്. തിരിച്ച് വരുന്ന വഴിയിൽ ഞാനിങ്ങനെ ആലോചിച്ചത് അടിത്തട്ട് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോ ചെയ്ത സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിത്തട്ടിനെ കുറിച്ച്. അതെന്താണ് റിലീസാവാത്തത്? ഞാനത് OTT വന്നു എന്നൊക്കെയാണ് വിചാരിച്ചത്. നമ്മൾ ഓൾറെഡി തിയേറ്ററിൽ കണ്ടാണല്ലോ, പക്ഷേ OTT ഇതുവരെ റിലീസായിട്ടില്ല. എന്താ നിങ്ങൾ ഇറക്കാത്തത്? കമോൺ, നല്ലൊരു പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടത് നാട്ടുകാരെ കാണിക്കാതെ വെക്കുന്നത് മോശമല്ലേ? ആൻഡ് കടലിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥകൾ പറയുമ്പോൾ മലയാളി ഏറ്റവും ആദ്യം ചെന്നെത്തുന്നത് ചെമ്മീനിലായിരിക്കും. കടൽ പശ്ചാത്തലമായി ഏറ്റവും സത്യസന്ധമായി ഉണ്ടാക്കിയിട്ടുള്ള കൃതികളിലൊന്നും നമുക്ക് വിശേഷിപ്പിക്കാം. അത് സിനിമയായിട്ടുണ്ട്, പക്ഷേ വായന അനുഭവം എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു സംഭവമാണ്. പക്ഷേ അത് വായിച്ചിരിക്കാൻ സമയമില്ല എന്നാണെങ്കിൽ ഞാൻ കുക്കു FM സജസ്റ്റ് ചെയ്യുകയാണ്. തകഴിയുടെ ഈ ഒരു കൃതി മാത്രമല്ല, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഗംഭീര കൃതികൾ നമുക്ക് കുക്കു FMൽ ഒരാൾ നമുക്ക് വേണ്ടിയിട്ടിരുന്ന് വായിച്ചു തരികയാണ്. അതും നല്ല മ്യൂസിക് ഒക്കെ ആയിട്ട് ഒരു സിനിമാറ്റിക് എഫക്റ്റിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. തകഴിയുടെ എന്ന് മാത്രമല്ല, അനവധി വിഭാഗങ്ങളിലായി ഒട്ടനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇപ്പോൾ അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് തരികയാണ്. 1-2 ഫീച്ചേഴ്സ് അല്ല, 1-2 ദിവസത്തേക്കല്ല, 7 ദിവസത്തേക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും സൗജന്യമായിട്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്യുക. അത് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. കൊണ്ടലിലേക്ക് വരുമ്പോൾ കുറച്ച് നല്ല അഭിനേതാക്കളും നല്ല ടെക്നീഷ്യൻസുമായിട്ട് അവർ നേരെ കടലിലേക്ക് പോയി ഒരു സിനിമയുമായി തിരിച്ചു വന്നു. അതാണ് കൊണ്ടൽ എന്നാണ് സിമ്പിളായിട്ട് പറയാൻ തോന്നുന്നത്. ഇതിലെ പ്രധാന പോസിറ്റീവ്സിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പെർഫോമൻസുകൾ തന്നെയാണ്. പെപ്പെ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഇടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണാൻ കാത്തിരിക്കുന്നൊരു കാര്യം. സിനിമ തുടങ്ങുമ്പോൾ ആക്ഷൻ ഹീറോ ആന്റണി വർഗീസ് പെപ്പെ ഇൻ കൊണ്ടൽ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈറ്റിൽ അദ്ദേഹം ഏൺ ചെയ്തതാണ്, പണിയെടുത്തുണ്ടാക്കിയതാണ്. അതിൻ്റെ മാറ്റ് കൂട്ടുന്ന രീതിയിൽ തന്നെ ഇതിലെ ഫൈറ്റ് രംഗങ്ങൾ പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിലെ അഭിനേതാവിനുള്ള സ്പേസും സിനിമ കൊടുക്കുന്നുണ്ട്. രാജ്ബി ഷെട്ടി വളരെ കുറച്ച് സമയം മാത്രമേ ഈ സിനിമയിലുള്ളൂ, പക്ഷേ ഉള്ള സമയം പുള്ളി രസമായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. അതിലൊന്ന് മണികണ്ഠൻ ആചാര്യാണ്. അദ്ദേഹം മണികണ്ഠ രാജൻ എന്നാണ് യൂട്യൂബിൽ ആ ട്രെയിലറിൻ്റെ താഴെ അവർ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പുള്ളി ഈ പറഞ്ഞ പോലെ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ ഉള്ള സമയം നമുക്ക് വളരെ സ്നേഹം തോന്നുന്ന, നമ്മളുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ഈ തുടക്കകാലത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ ചുറ്റുന്നുള്ള ആളുകളൊക്കെ കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന, നമ്മളെ സാരമില്ലടാ പോട്ടറാ ഒക്കെ ശരിയാവും എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഫിഗർ ഉണ്ടല്ലോ, അത് പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രമോദ് വെളിയനാട് ഉള്ള സീക്വൻസ് പുള്ളി വളരെ രസമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രകടന മികവ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശരത് സഭയെക്കുറിച്ച് പറയണം. പുള്ളി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഒരല്പം സ്ത്രൈണ ഭാവങ്ങളുള്ള ഒരാളാണ്. അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ മലയാളത്തിലെ താരനിരയിൽ ഏറ്റവും മുന്നിൽ വരുന്ന ആളുകൾ വരെ വളരെ കോമാളിത്തമൊക്കെ കാണിച്ച് വൃത്തികേടാക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സ്കെയില് വളരെ നീറ്റാണ്. അതായത് അയാൾ നല്ല അഭിനേതാവാണെന്നേ, അത്രേ ഉള്ളൂ ചുരുക്കത്തിൽ. വളരെ രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഷബീർ കല്ലറക്കൽ, നമ്മൾ പെപ്പയുടെ കാര്യം പറയുമ്പോൾ പെപ്പയ്ക്ക് ഇടിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ പെപ്പയേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു ഗംഭീര വില്ലൻ ക്യാരക്ടറാണ്. അത് പുള്ളി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് രംഗങ്ങളും അടിപൊളിയായിരുന്നു. രാഹുൽ രാജഗോപാൽ, അതും എടുത്തു പറയേണ്ട ഒരു പേരാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള സിനിമകളിൽ പലതിലും പുള്ളി ഉണ്ടായിരുന്നു. ഉള്ള രംഗങ്ങളെല്ലാം പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഈ പെപ്പേനെ ഇങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ പുള്ളിയാണ്. അത് മാത്രമല്ല, അയാൾ ഇടിച്ചാൽ അതൊരു ഒന്നൊന്നര ഇടിയാണെന്ന് പറയുന്ന ഒരു ഫീല് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നമുക്ക് ഫീൽ ചെയ്യണം. ഞാൻ പറഞ്ഞ ബോഡി വലുതാക്കുന്നതല്ല, ബോഡി ലാംഗ്വേജിൽ ഫീൽ ചെയ്യണം. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട്, ഇപ്പം കരയിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെ ചെയ്തിരിക്കുന്ന അഭിനേത്രിമാരും വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കടലിലെ കാര്യമാണ് പറയുന്നത്. നന്ദു അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ളൊരു യാത്രയിലാണ് പുള്ളിയും തോന്നിയിട്ടുണ്ട്. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ആ യാത്രയിൽ എടുത്തു പറയാവുന്ന, സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു പ്രകടനം തന്നെയാണ് ഈ സിനിമയിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ ആശ്വസിപ്പിച്ച് ലാളിച്ച് കൊണ്ട് നടക്കുന്ന, എന്നാൽ നമ്മുടെ മുതുകിൽ നിന്ന് ഏത് സമയവും കുത്താൻ സാധ്യതയുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സാധനം പുള്ളി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലീഡറായിട്ട് നിൽക്കേണ്ട സമയത്ത് അങ്ങനെയും, അതല്ല ഒരു ചേട്ടനാവേണ്ട സമയത്ത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തരാതരം നിന്ന് സംസാരിക്കേണ്ട സമയത്ത്, അതൊക്കെ പുള്ളി വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ
ഒറ്റ മീറ്ററിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു ഗംഭീര പ്രകടനമാണ് പുള്ളിയുടെ. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. നമ്മൾ കടലിലേക്കാണല്ലോ പോകുന്നത്, അവിടെ നിഗൂഢതകളുണ്ട്, അതുപോലെ തന്നെ എന്തും സംഭവിക്കാം എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇമോഷണൽ വേലിയേറ്റ ഇറക്കങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു പങ്ക് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. മ്യൂസിക് മാത്രമല്ല, അതിൻ്റെ ഒരു ടോട്ടൽ സൗണ്ടിങ് വളരെ രസമായിരുന്നു സിനിമയുടെ. തുടക്കത്തിലുള്ള പാട്ടൊക്കെ എനിക്കൊരു ഫെസ്റ്റിവൽ മൂവിയാണ് എന്ന് പറയുന്ന ഒരു ഫീല് തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിഷ്വലിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കടലാണല്ലോ, അഗാധമാണല്ലോ, അതുപോലെ തന്നെ ആരാവാരം ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കാഴ്ചയല്ലേ. അപ്പോൾ ആ കാഴ്ചയെ, അതിൻ്റെ ഭീകരതയെ ഒക്കെ വളരെ രസമായിട്ട് തന്നെ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ആളെ സംബന്ധിച്ച്, ചിലപ്പോൾ ഇത് OTTയിൽ വന്നു കഴിയുമ്പോൾ എനിക്കങ്ങനെ ഫീലൊന്നും കിട്ടിയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. നിങ്ങളിത് TV-യിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്ക്രീനിലോ ഒക്കെ ഇരുന്ന് കാണുന്ന പോലെയല്ല, തിയേറ്ററിലിരുന്ന് കാണുന്ന സമയത്ത് തിയേറ്ററിൽ പ്രേക്ഷകനെ ആ ബോട്ടിലാക്കുന്ന തരത്തിൽ, ആ ബോട്ടിൽ ആടിയുലി എന്ന സമയത്തും ഒരു അപകടം വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമുക്കും കൂടി ആ ഒരു ഭീകരത ഫീൽ ചെയ്യണമെങ്കിൽ ഒന്ന് സ്ക്രിപ്റ്റിൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ വിഷ്വലിയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് VFX സൈഡിലേക്ക് വരുമ്പോഴും ഇവർ കംപ്ലീറ്റ്ലി കടലിൽ ഷൂട്ട് ചെയ്തു എന്നൊക്കെ എവിടെയൊക്കെയോ പ്രൊമോഷൻസിൽ പറഞ്ഞു കേട്ടു. പക്ഷേ ചില സീനുകളൊക്കെ അത് അല്ലാതെ ചെയ്തതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു സ്രാവ് വരുന്നുണ്ട്. അതെന്തായാലും കടലിൽ പോയി സ്രാവിനോടൊപ്പം ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്കൊരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ രസമായിട്ട് തന്നെ അതിൻ്റെ VFX പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് പറയണം, കോസ്റ്റ്യൂംസ് പറയണം. അത് അത്രയും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. മേക്കപ്പ്, കോസ്റ്റ്യൂം, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമുക്കത് അത്രയും വിശ്വസനീയമായിട്ട് തോന്നണം. അവിടെയുള്ള ഓരോ കാര്യങ്ങൾ, ഫൈറ്റിനിടയിൽ ഒരാൾ വന്ന് ഒരു ബോക്സിൻ്റെ മുകളിലേക്ക് വീഴാണ്, അപ്പോൾ ബോക്സ് പൊട്ടിച്ചിതറും. ചില സിനിമകളിലൊക്കെ ഇഷ്ടിക പൊളിഞ്ഞ് വീഴുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല അത് വെറും തെർമോക്കോളാണെന്ന്. ചാടി പോകുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കഴിവുണ്ട്. ആ പൊളിഞ്ഞു വീഴുന്ന സാധനങ്ങൾ പോലും അത്രയും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഈ സിനിമയിൽ എനിക്ക് എല്ലാം ഒറിജിനലായിരുന്നു. അതായത് ഇതിനകത്തൊന്നും അങ്ങനെ മേക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചെന്ന് പറയുന്ന പോലെയല്ല, എല്ലാം അത്രയും ഒറിജിനലായിരുന്നു. അവർ ഒറിജിനൽ തന്നെയാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ആംബിയൻസിനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൂപ്പറാണ്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ കഥയെക്കുറിച്ചാണ്, കഥയുടെ ഒരു ഒഴുക്കിനെ കുറിച്ചാണ്. എനിക്ക് അത്യാവശ്യം രസമായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ അതിൽ ചില മൈന്യൂട്ട് മിസ്സിങ് പോയിൻറ്റ്സൊക്കെ എനിക്ക് പറയാനുണ്ട്. കടലിലെ കഥ വളരെ സ്ട്രോങ് ആയിരുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതിലെ ഇമോഷണൽ കാര്യങ്ങളും അത്യാവശ്യം രസമായിട്ട് വർക്കാവുന്നുണ്ടായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഈ കരയിലൊരു കഥയുണ്ട്. ആ കഥയുടെ കാരണമായിട്ടാണ് ഇയാൾ കടലിൽ പോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ കടലിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കരയിലെ സംഭവങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു സ്റ്റോറി എടുത്തു വെക്കുകയാണ്. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നായകൻ അവിടെ എത്തി എന്നുള്ളൊരു രീതിയിൽ അത് അവതരിപ്പിച്ച് പോകുന്നത്. അപ്പോൾ കരയിൽ അത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനൊരു കാര്യത്തിനാണ് വന്നതെങ്കിൽ കരയിലെ കാര്യങ്ങൾക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. അതുപോലെ കടലിലെ കാര്യം ഇതാണെങ്കിൽ കരയിലെ കാര്യങ്ങൾക്കും പ്രസക്തി ഇല്ലാതാവുകയാണ്. ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഒരു പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നായകൻ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക. പക്ഷേ അയാൾ കയറുമ്പോൾ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ആക്സിഡൻ്റലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നതാണോ അതോ അയാൾ പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന് പറയുന്ന കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ടോട്ടൽ സിനിമ ആലോചിക്കുമല്ലോ. അപ്പം ആ ഒരു കണക്ഷൻ ക്ലാരിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് തോന്നി. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എസ്കേപ്പ് എന്നോ അല്ലെങ്കിൽ ഫൈറ്റ് എന്നോ പറയാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസിൽ പെപ്പെ കടലിലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ തിരിച്ചു വന്നതിൽ കുറേ സീനുകളില്ല. ഇനി അത് കട്ട് ചെയ്തതാണോ അതോ ബാക്കി നമ്മൾ ഊഹിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സ്ക്രിപ്റ്റിലെ ബ്രില്യൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് ബാക്കി പ്രേക്ഷകൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോട്ടെ എന്ന് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ആക്ഷൻ സിനിമ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ രംഗം നമ്മൾ കാണുമ്പോൾ അത് നമ്മളെ കാണിക്കണം, നമുക്കത് കണ്ടിട്ട് ത്രില്ലുണ്ടാവണം എന്ന് പറയുന്നൊരു കാര്യമില്ല. അത് കാണിക്കാതിരുന്നാലുള്ള പ്രശ്നം നമുക്ക് അതുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും. എനിക്ക് അങ്ങനെ 1-2 ഇടങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നല്ല കല്ലേടിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് എങ്ങനെ, എവിടുന്ന് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ആൻഡ് സിനിമ തുടങ്ങുന്ന സമയത്ത് ഇവർ കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. അതെനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട, നല്ല ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയായിട്ട് ഫീൽ ചെയ്തു. ആ തുടക്കമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്നൊരു ഫെസ്റ്റിവൽ മൂഡ് പിടിച്ചു പോകുന്നു, അതിനോടൊപ്പം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ആംഗിളിലാണ് ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ വേറൊരു തലത്തിലേക്ക് കഥ മാറുകയാണ്. അതിന് ഇതുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധവുമില്ല. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും സിനിമയുടെ കഥയെ സംബന്ധിച്ച് അതൊരു കൺക്ലൂഷൻ പോലെ ഉണ്ടാവും. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സാറ്റിസ്ഫൈയിങ് ക്ലൈമാക്സ് കണ്ടു എന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് അത് മോശമാവുന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനം ഉണ്ടല്ലോ,
അതിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം കടലും ഈ ഓളവും മഴയും പേമാരിയും പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് തോന്നിയത്. സിനിമയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പാട്ടൊക്കെ കേട്ടപ്പോൾ നല്ല രസമായിട്ട്, ഈ ഓണാഘോഷ പരിപാടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ പരിപാടിയൊക്കെയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറേ ആഘോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു വൈബിലാണ് ഇരുന്നതെങ്കിലും പിന്നീട് സിനിമ വളരെ സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയും മികച്ച പ്രകടനങ്ങളുണ്ടെങ്കിലും കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ ഫീൽ ചെയ്തു. ആൻഡ് അതിൻ്റെ ഒരു എൻഡിങ്ങിലെ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കുറവ് എല്ലാം കൂടി വെച്ചുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം വാച്ചബിളാണ്. പക്ഷേ ആ വൺ ടൈം നിങ്ങൾ തിയേറ്ററിൽ കാണണം, അതല്ലാതെ OTT-യിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു വൺ ടൈം അത് തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ആ ഒരു വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് എഫക്റ്റിൽ കാണുമ്പോഴാണ് അതൊരു പഞ്ചിങ് സംഭവമായിട്ട് ഫീൽ ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.